ശബരിമല സന്നിധാനത്തെ ഭക്തിസാന്ദ്രമാക്കി ദീപാരാധന കഴിഞ്ഞു. ഇന്നുവരെ 2.5 ലക്ഷത്തോളം തീർത്ഥാടകർ ശബരിമലയിൽ ദർശനം നടത്തി. വിവരങ്ങളുമായി സന്നിധാനത്ത് നിന്ന് ഗോകുൽ PR ചേരുന്നു. ഗോകുൽ, ശബരിമലയിൽ നിന്നുള്ള വിവരങ്ങൾ എന്തൊക്കെ? ലക്ഷ്മി, ഭക്തിനിർഭരമായിട്ടുള്ള അന്തരീക്ഷത്തിൽ തന്നെയാണ് ശബരിമല സന്നിധാനം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നിലവിലിപ്പോൾ ദീപാരാധന ചടങ്ങുകൾ പൂർത്തിയായിരിക്കുകയാണ്. നൂറുകണക്കിന് തീർത്ഥാടകർ ദീപാരാധന കണ്ടു തൊഴുതു. ഇനി പുഷ്പാഭിഷേക ചടങ്ങുകളിലേക്കാണ് കടക്കുന്നത്. അതിനുശേഷം മറ്റ് 10:50 ഹരിവരാസനം പാടി നടയടയ്ക്കുന്നതോടുകൂടി ഇന്നത്തെ ചടങ്ങുകളൊക്കെ തന്നെ പൂർത്തിയാകും. ഇന്ന് കാര്യമായിട്ടൊരു തിരക്കിലേക്ക് സന്നിധാനം എത്തിച്ചേർന്നില്ല. രാവിലെ മുതൽ തന്നെ അധികം മണിക്കൂറുകൾ ക്യൂ നിൽക്കേണ്ട ഒരു സാഹചര്യം സ്വാമിമാർക്ക്, തീർത്ഥാടകർക്ക് ഉണ്ടായില്ല. നിലവിലെങ്കിൽ പോലും 60,000-ഓളം തീർത്ഥാടകർ ഇതുവരെയുള്ള സമയത്ത് ദർശനം നടത്തി മടങ്ങി കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന കണക്കുകൾ. അതോടൊപ്പം തന്നെ മണ്ഡലകാലം ആരംഭിച്ച് ഇന്ന് 3-ാം ദിവസമാണ്. ഇതുവരെ 2.5 ലക്ഷത്തോളം തീർത്ഥാടകർ ദർശനം നടത്തി മടങ്ങിയതായിട്ടുള്ള കണക്കുകളും ഇതിനോടനുബന്ധിച്ച് പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. നിലവിൽ 70,000 തീർത്ഥാടകർക്കാണ് പ്രതിദിനം വിർച്വൽ ക്യൂ വഴി ദർശനം നടത്താൻ അനുമതിയുള്ളത്. അതുകൂടാതെ സ്പോട്ട് ബുക്കിംഗ് മുഖേന ശരാശരി 5,000-ൽ താഴെ തീർത്ഥാടകരാണ് ഓരോ ദിവസവും എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. പുല്ലുമേട് വഴിയുള്ള തീർത്ഥാടനത്തിലും പ്രതിദിനം 500-ൽ താഴെ തീർത്ഥാടകർ എത്തുന്നു. അങ്ങനെ ശരാശരി എന്തായാലും 70,000-ൽ താഴെ തീർത്ഥാടകരാണ് കഴിഞ്ഞ 3 ദിവസങ്ങളിലായിട്ട് ശബരിമലയിൽ ദർശനം നടത്തി മടങ്ങുന്നത്. സ്പോട്ട് ബുക്ക് അല്ലെങ്കിൽ വിർച്വൽ ക്യൂ ബുക്ക് ചെയ്തിട്ടുള്ള തീർത്ഥാടകരിൽ 10,000-ഓളം തീർത്ഥാടകർ ഓരോ ദിവസവും വരാതിരിക്കുന്നു എന്നുള്ള കണക്കുകളും ഇതിനോടനുബന്ധിച്ച് പുറത്തുവരികയും ചെയ്തിട്ടുണ്ട്. എന്തായാലും വിർച്വൽ ക്യൂവിൻ്റെ എണ്ണം വർദ്ധിപ്പിക്കുക അല്ലെങ്കിൽ വിർച്വൽ ക്യൂ വഴി ദർശനം നടത്താൻ സാധിക്കുന്ന തീർത്ഥാടകരുടെ എണ്ണം വർദ്ധിപ്പിക്കുന്ന അടക്കമുള്ള നടപടികളിലേക്ക് ഒരുപക്ഷെ ദേവസ്വം ബോർഡ് തീരുമാനം കൈക്കൊള്ളുമെന്നുള്ള സൂചനകളും ഇതിനോടനുബന്ധിച്ച് ലഭ്യമാവുകയും ചെയ്യുന്നുണ്ട്. കാരണം 70,000 തീർത്ഥാടകർ എത്തുന്നത് കൊണ്ട് തന്നെ അത് കാര്യമായിട്ടൊരു തിരക്ക് അല്ലെങ്കിൽ തീർത്ഥാടനം കൂടുതൽ മണിക്കൂറുകൾ ക്യൂ നിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നില്ലെങ്കിൽ പോലും പ്രശ്നങ്ങളും മറ്റു ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളൊരു പോലീസിൻ്റെ വിലയിരുത്തലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പ്രതിദിന തീർത്ഥാടകരുടെ എണ്ണം വർദ്ധിപ്പിക്കാനുള്ള ഒരു തീരുമാനം കൈക്കൊള്ളാനായിട്ട് ദേവസ്വം ബോർഡ് ഒരുങ്ങുന്നത് എന്നുള്ള സൂചനയും നമുക്ക് ലഭ്യമാവുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും കഴിഞ്ഞ 3 ദിവസങ്ങളിലായിട്ട് 2.5 ലക്ഷത്തോളം തീർത്ഥാടകർ ദർശനം നടത്തി മടങ്ങുകയും ചെയ്തിട്ടുണ്ട്. മറ്റ് പരാതികളോ അനിഷ്ട സംഭവങ്ങളോ ഒന്നും തന്നെ കഴിഞ്ഞ 3 ദിവസങ്ങളിലായിട്ട് ശബരിമലയിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളത് ഏറെ ആശ്വാസകരമാണ്. ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ട് ഏകോപനം ആ കാര്യത്തിൽ വരുത്താൻ സാധിച്ചിട്ടുണ്ട് എന്ന് അധികൃതർ വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ട്. വിവിധ വകുപ്പുകളുടെ ഏകോപനത്തിൽ കൂടി തന്നെയാണ് ശബരിമലയിലെ എല്ലാ കാര്യങ്ങളും കൃത്യമായി തന്നെ മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ 3 ദിവസങ്ങളിലായിട്ട് തീർത്ഥാടനം സുഗമമായി തന്നെ മുന്നോട്ട് പോകുന്നു എന്നുള്ളൊരു വിലയിരുത്തലാണ് ദേവസ്വം ബോർഡ് അധികൃതർക്കുള്ളത്. ലക്ഷ്മി, സന്നിധാനത്ത് നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത് ഗോകുൽ PR.